ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബാംഗ്ലൂർ ഡേയ്സ് വിത്ത് അച്ചു. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സിക്കിമിലാണ്. അപ്പോൾ പെല്ലിങ്ങിലാട്ടോ ഇപ്പോൾ അപ്പോൾ നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഹോട്ടലിൽ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഗാങ്ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തോട്ട് പോവുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നംചി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് 2 സ്ഥലം കാണാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് പെല്ലിങ്ങിൽ നിന്ന് ഈ നംചിയിലോട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 hour ഉണ്ട് കേട്ടോ ട്രാവലിംഗ്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ടെമ്പിളാണ്. ഈ ടെമ്പിളിൻ്റെ പേര് സിദ്ധേശ്വർ ധാം എന്നാണ് കേട്ടോ. ഇതിനകത്ത് 4 ശിവൻ്റെ മെയിനായിട്ടുള്ള ഒരു 4 അമ്പലങ്ങളാണുള്ളത്. ശിവൻ്റെ വലിയൊരു പ്രതിമയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബദ്രിനാഥ് ടെമ്പിളിൻ്റെ മോഡലാണ്. വെച്ചാൽ ശിവൻ്റെ തന്നെ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമ്പലം ഇന്ത്യയിൽ. അതിനകത്ത് രാമേശ്വരം, കേദാർനാഥ്, ബദ്രിനാഥ്, പിന്നെ ദ്വാരകാധം എന്ന് പറഞ്ഞിട്ടുള്ള 4 അമ്പലം. അപ്പോൾ ഈ 4 അമ്പലത്തിൻ്റെയും മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ നല്ല രസമാട്ടോ കാണാൻ. എന്ന് വെച്ചാൽ നല്ല ഫോഗാണ്. ഇപ്പം നമുക്ക് കാണുമ്പോൾ അങ്ങനെ അറിയില്ല. അത്യാവശ്യം നല്ല ഇതുണ്ടായിരുന്നു. ഇത് ജഗന്നാഥ് ടെമ്പിളിൻ്റെ മോഡലാട്ടോ ഈ അമ്പലം. കാരണം നമ്മൾ എല്ലാ അമ്പലത്തിലും നമ്മൾ ആരും ലൈഫിൽ എല്ലാവരും പോയിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ഒരു സ്ഥലത്തോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ടെമ്പിളിൻ്റെയും മോഡൽ നമുക്കിവിടെ കാണാൻ പറ്റും. അതിനകത്ത് പ്രതിഷ്ഠയുണ്ട്, പൂജയുണ്ട് കേട്ടോ. നമുക്ക് പൂജാരി നമുക്ക് പ്രസാദമെല്ലാം തരും. അങ്ങനെ അത്ര തിരക്കുണ്ടായിരുന്നില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നടക്കാനും നല്ല സ്ഥലമുണ്ട്. വലിയൊരു ശിവൻ്റെ പ്രതിമയുണ്ട്. അതിന് ചുറ്റുമാട്ടോ ഈ 4 അമ്പലങ്ങളും. ഞാൻ ലൈഫിലാകെ കൂടെ പോയിട്ടുള്ളത് രാമേശ്വരത്ത് മാത്രമാണ്. ബാക്കി ജഗന്നാഥും കേദാർനാഥൊന്നും ബദ്രിനാഥൊന്നും ഞാൻ പോയിട്ടില്ല. പക്ഷെ അതിൻ്റെ എല്ലാം റെപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഏകദേശം ആ സെയിം മോഡൽ തന്നെയാണ്. അവിടെ പൂജയും എല്ലാം ഉണ്ട്. ഇത് രാമേശ്വരം ടെമ്പിളിൻ്റെ മോഡലാട്ടോ. അപ്പോൾ അവിടെ പോയി നമ്മൾ കുറേ സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ സ്റ്റെപ്പുകൾ കയറി നമ്മൾ പോയി ഓരോ ടെമ്പിളിലൊക്കെ പോയി നമ്മൾ പ്രാർത്ഥിച്ചു. പിന്നെ അവർ അവിടുത്തെ സ്പെഷ്യൽ കുറച്ച് സ്വീറ്റ് വഴിപാട് പ്രസാദമൊക്കെ ആയിട്ട് തന്നു. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അമ്പലത്തിലും പോവാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ 4 അമ്പലത്തിലും പോയൊരു ചെറിയൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. കാരണം ഏകദേശം ആ സെയിം മോഡലാണ് ഇവിടെ. അവിടുത്തെ അത്ര തിരക്കും ഇതും ഒന്നും ഇല്ലെങ്കിലും ചെറിയൊരു മോഡലായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് സായി ടെമ്പിളും ഉണ്ട് കേട്ടോ. സായിബാബയുടെ ചെറിയൊരു ആരാധന പോലെ വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. അതിനകത്തും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പൂന്തോട്ടവും എല്ലാം ഉണ്ട്. ചുറ്റും നല്ല വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ ഞാൻ കണ്ടു കേട്ടോ. ഇത്രയും നല്ല പൂക്കൾ നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത്രയും നല്ല സാധാ റൂട്ടിലുള്ള ചെടികളാണെങ്കിൽ പോലും നല്ല ഭംഗിയുള്ള പൂക്കൾ ഞാൻ കണ്ടു കേട്ടോ. പിന്നെന്താ കുറേ സ്റ്റെപ്പുകളുണ്ട് ഇവിടെ. പിന്നെ ഉച്ചനേരം കേട്ടോ, ഇത് ഒരു 11:30-12 മണി നേരമാണ്. പക്ഷെ എന്നിട്ട് പോലും അത്രയും നല്ല തണുപ്പും കാര്യങ്ങളായിരുന്നു അവിടെ. നമുക്ക് ഒരു അമ്പലത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാട്ടോ ഈ ചരട്. അവിടെ ആര് വന്നാലും അവർക്ക് ഇത് കെട്ടിക്കൊടുക്കും. ഇങ്ങനെ ഓരോരോ ചരട് അവിടുത്തെ പൂജാരി കെട്ടിക്കൊടുക്കും എല്ലാവർക്കും. അപ്പം എനിക്ക് ഒരു അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ് അവിടെ. പിന്നെ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ വഴിപാടുകൾ ചെയ്യാം, എല്ലാം ചെയ്യാം. പിന്നെ ശിവൻ്റെ ഒരു ഗിരിദേശ്വർ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു അമ്പലത്തിൻ്റെ ഒരു രൂപം ഇതുണ്ട്. പിന്നെ ഇത് ബദ്രിനാഥ് ടെമ്പിളിൻ്റെ മോഡലാട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് കുറച്ചൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തോട്ട് പോവാം കേട്ടോ. ഇത് ബുദ്ധ പാർക്ക് എന്നാണ് പറയുക. അവിടുന്ന് ഇങ്ങോട്ടൊരു 2 hours ജേർണി ഉണ്ട്. ബുദ്ധ പാർക്ക് ഇത് ബുദ്ധൻ്റെ വലിയൊരു ടെമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, മോണാസ്ട്രി അല്ല, എന്നാലും അത്യാവശ്യം നല്ല സ്ഥലമാണ് കേട്ടോ. ഇവിടെയും നല്ല ഫോഗായിരുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 1 മണി കഴിഞ്ഞു. പക്ഷെ എന്നിട്ട് പോലും അപ്പോൾ അവിടെ 10 degree Celsius മറ്റായിരുന്നു കേട്ടോ. അത്രയും നല്ല ഫോഗായിരുന്നു അവിടെ, നല്ല തണുപ്പും. പിന്നെ ഇതിന് ചുറ്റും ഇഷ്ടംപോലെ ബുദ്ധൻ്റെ സ്റ്റാറ്റ്യൂസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വിൽക്കുന്ന കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ കുറച്ച് കടകളിലൊക്കെ കയറി ചെറുതായി ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ബുദ്ധൻ്റെ ചില സ്റ്റാറ്റ്യൂസും അങ്ങനെ കീ ചെയിൻസ് അതൊക്കെ വാങ്ങിച്ചു കേട്ടോ.
പിന്നെ ഇതാണ് ബുദ്ധൻ്റെ. ഇതും അത്യാവശ്യം കുറേ നടക്കാനുണ്ട്, കുറേ സ്റ്റെപ്പുകളുണ്ട്. ഇവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് മലയാളി ഫാമിലീസിനെ കണ്ടു കേട്ടോ. പിന്നെ ഇവിടെ ഓരോ സൈഡിലും ബുദ്ധൻ്റെ ഇതുപോലത്തെ പ്രിൻസിപ്പൽസ് എഴുതി വെച്ചിട്ടുണ്ട്. എത്ര എനിക്ക് തോന്നുന്നു ഒരു 10-20 പ്രിൻസിപ്പൽസ് ഓരോ മുക്കിലും മൂലയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ബുദ്ധൻ്റെ. ഇതും നല്ല അടിപൊളി സ്ഥലമാണ്. ഇതും ഇപ്പോൾ ഈ കാണുന്ന പോലെയല്ല, ശരിക്കും നല്ല ഫോഗ് ഉണ്ടായിരുന്നു. നമുക്ക് നടക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഫോഗ് കാരണം ഭയങ്കര നല്ല തണുപ്പുണ്ടായിരുന്നു. ഉച്ചനേരം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത്രയും നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. വെയിൽ കാണുമ്പോൾ വെയിലാണെന്ന് തോന്നും, പക്ഷേ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പായിരുന്നു. ഇവിടെയും കുറേ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ മുകളിലേക്കൊക്കെ കയറി കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇവിടെയും തിരക്ക് കുറവായിരുന്നു, കുറച്ച് തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പോയ അമ്പലത്തിൽ കണ്ട ആൾക്കാർ കുറേ പേര് ഇവിടുന്ന് ഞങ്ങൾ കണ്ടു കേട്ടോ. അങ്ങനെ ഇവിടെ നമ്മൾ കുറേ നേരം നിന്നു, സ്റ്റെപ്സൊക്കെ കയറി മുകളിലേക്ക് പോയി കഴിഞ്ഞ് അകത്ത് വീഡിയോസൊന്നും എടുക്കാൻ അലൗഡല്ല, പുറത്തേ എടുക്കാൻ അലൗഡുള്ളൂ. ഇതുപോലെ വലിയ വലിയ ബൗള് പോലെ ഒരിതുണ്ട് കേട്ടോ, അതിനകത്ത് നിറയെ വെള്ളം നിറച്ച് വെച്ചേക്കുകയാണ് അവർ. ഈ ബൗളിനകത്ത് അതിൻ്റെ ചുറ്റും ഇതുപോലത്തെ ബൗളുകളുണ്ട് കേട്ടോ. പിന്നെ നടക്കാൻ വയ്യാത്ത ആൾക്കാർക്ക് ചുറ്റും കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഓരോ വണ്ടികൾ, അവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, നടക്കാൻ വയസ്സായ ആൾക്കാരൊക്കെ അതുവഴി പോണ കണ്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ കുറേ പല കളേഴ്സ് ഫ്ലാഗ് ഇതിന് ചുറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലാഗിൽ എന്തൊക്കെയോ ടിബറ്റിൽ തോന്നുന്നു എന്തൊക്കെയോ പ്രിൻസിപ്പൾസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാട്ടോ ബുദ്ധൻ്റെ സ്റ്റാറ്റ്യൂ. അങ്ങനെ കുറച്ച് നേരമൊക്കെ നടന്നു. പിന്നെ ഇന്നലെ നമ്മൾ വലിയ മണികൾ കണ്ടതുപോലെ ഇവിടെയും ചുറ്റും വലിയ വലിയ മണികളുണ്ട് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ആട്ടാം. ഇഷ്ടം പോലെ ഉണ്ട്. ഈ പാർക്കിന് ചുറ്റും ഇതായിരുന്നു മണികൾ. നമ്മൾ കുറേ എല്ലാം ചെയ്തു കണ്ടു. ഇത് മൊത്തം മണികളാണ് കേട്ടോ, അത്രയും ഉണ്ട്. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് നേരം ടൈമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തു. കണ്ടോ, ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഫോഗ് അറിയാൻ പറ്റും, കാരണം ഇത് അത്രയും ടോപ്പിലാട്ടോ ഈ ടെമ്പിൾ. നമ്മൾ കുറേ നേരം മുകളിലോട്ട് ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. പിന്നെ ഇതിനകത്ത് ഒരു ചെറിയൊരു ശിവ മന്ദിറുണ്ട്, എന്ന് വെച്ചാൽ ചെറിയൊരു പ്രതിഷ്ഠ പോലെ. ഈ ബുദ്ധ പാർക്കിനകത്തും ചെറിയൊരു ശിവ മന്ദിറുണ്ട്, ഇതാട്ടോ അത്. അങ്ങനെ അവിടെയൊക്കെ കയറി അവിടുന്ന് ഒരു 2 hours നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് ഗാങ്ടോക്കിലെത്തി കേട്ടോ. ഗാങ്ടോക്കിലെത്തി നമ്മൾ അവിടെ റൂം ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. അവിടെ നമ്മൾ എത്തുമ്പോൾ 5 മണിയായി. എത്തി ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ റൂംസെല്ലാം. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.